ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടീസ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു കേക്ക് ഡെക്കറേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ചിന് നല്ലൊരു കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡ എടുക്കാനായിട്ട് എൻ്റെ 1/2 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂണിൻ്റെ സ്പൂണിൽ 2 പ്രാവശ്യമായിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 ടീസ്പൂൺ 2 പ്രാവശ്യമായിട്ട് ചേർക്കുമ്പോൾ കറക്റ്റ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കിട്ടും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. സ്പൂൺ നോക്കാൻ സമയം കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് 1/4 ടീസ്പൂണിൻ്റെ സ്പൂണിൽ തന്നെ കാണിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാര്യം ഈ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും മൈദയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ അരിച്ചു കൊടുക്കുന്നതും വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആ ബേക്കിംഗ് സോഡയുടെയൊക്കെ അളവ് ബേക്കിംഗ് പൗഡറൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടിത് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുവിധം ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരുവിധം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് 1 കപ്പ് പഞ്ചസാരപ്പൊടി ഇതിലേക്ക് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകം ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പിന്നീട് ലോ സ്പീഡിലേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് ഹൈ സ്പീഡിലിട്ട് നമ്മൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിൽ ഒരു 1 മിനിറ്റ് വരെ ഒന്ന് 1 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കി നമ്മുടെ കേക്ക് ബാറ്റർ ഒരിക്കലും മിക്സ് ചെയ്തെടുക്കരുത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും ഒറ്റ ട്രിപ്പായിട്ട് മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശെ പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയുള്ളൂ. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ കേക്ക് ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മിക്കവരും പറയും OTG ഓവനിൽ ബേക്ക് ചെയ്താൽ മാത്രമേ കേക്ക് ശരിയാവുള്ളൂ എന്ന്. പക്ഷേ മൈക്രോവേവിൽ ചെയ്താലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്തിടാം. അപ്പോൾ അതിന് മുമ്പേ തന്നെ സ്റ്റോപ്പ് ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. കാര്യം നേരത്തെ എന്തെങ്കിലും സെറ്റിങ്സ് അതിൽ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആവാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ബട്ടൺ 2 പ്രാവശ്യമായിട്ട് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇനി അതിന് ശേഷം കൺവെക്ഷൻ മോഡ് ഓൺ ചെയ്യുക. കൺവെക്ഷൻ മോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ പ്രീ ഹീറ്റിംഗ് സ്റ്റാർട്ടാവുന്നതാണ്. ഇനി പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കേക്ക് ടിന്ന് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മിക്കവരും മൈക്രോവേവ് ഓവനിൽ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇനി നമുക്കൊരു 20 മിനിറ്റ് വരെ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ടൈമിൻ്റെ സെറ്റിങ്സിൽ എൻ്റെ ഇവിടെ 10 മിനിറ്റ് ആണ്. അപ്പോൾ അത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ 20 മിനിറ്റ്സ് ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺവെക്ഷൻ മോഡിൽ 20 മിനിറ്റ് ആണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് മൈക്രോവേവ് ഓവനിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 20 മിനിറ്റ് കഴിയാനായിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിനി ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ചൂടാറാൻ വേണ്ടി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ടേൺ ടേബിളിലേക്ക് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നമുക്ക് 3 സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പോഞ്ച് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ടേൺ ടേബിളിന് മുകളിലേക്ക് ഒരു കേക്കിൻ്റെ ബേസ് ബോർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിവിടെ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന് സെൻറ്ററിലായിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും കൂടെ കണ്ടിട്ട് തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോസിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ചെയ്തപ്പോഴും അതേപോലെ മാൻകിബറി കേക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ കൂടെ കാണുക.
ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതിനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ. പിന്നെ ഒരുപാട് വിപ്പിംഗ് ക്രീം വേസ്റ്റ് ആവേയില്ല. കാര്യം നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് മിക്കവരും അറിയാത്തവർ ചെയ്തു വരുമ്പോൾ കൂടുതൽ വിപ്പിംഗ് ക്രീം, ഇപ്പോൾ ഒരു കേക്കിന് തന്നെ ഒരുപാട് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അധികം വിപ്പിംഗ് ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഐസിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ പാലറ്റ് നൈഫ് കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്ന കേക്ക് ഡെക്കറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഐസിങ് ചെയ്തത് കറക്റ്റ് ആയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ അതത്ര വൃത്തികേടാവാത്ത വിധത്തിൽ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതേപോലെ ഒരു ATM കാർഡോ അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡോ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ വിസിറ്റിംഗ് കാർഡ് പയ്യെ ഒന്ന് വളച്ചെടുത്തതിന് ശേഷം ഈ കേക്കിൻ്റെ എഡ്ജസ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലത്തിൽ അമർത്തി കൊടുക്കരുത്, പയ്യെ ഒന്ന് ഇതേപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കേക്ക് നല്ല ഒരു ഡിസൈനിൽ നല്ലൊരു ഷേപ്പിൽ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഐസിങ് ചെയ്തതിന് ശേഷം ഇതിനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ചോക്ലേറ്റ് ഗ്ലേസ് ജെല്ലാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം ചോക്ലേറ്റ് ഗ്ലേസ് ജെല്ലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. കാര്യം ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിലായിരിക്കുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്ന കേക്ക് ഡെക്കറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഐസിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഈ ഒരു ഗ്ലേസ് ജെല്ല് ഇതിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ആ പെർഫെക്റ്റ് അല്ലാത്ത ഒരു വൃത്തിയോടൊന്നും കാണാത്ത വിധത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിന് മുകളിലേക്ക് ഒരു ബൗൾ വെച്ചിട്ട് അതിന് മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഗ്ലേസ് ജെല്ല് കേക്കിന് മുകളിലായിട്ട് ഏറ്റവും താഴെ എത്തുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഉയരത്തിൽ നിന്ന് ഒഴിക്കാതെ കുറച്ച് കേക്കിനോട് അടുത്ത് ചേർന്ന് തന്നെ ഈ ഗ്ലേസ് ജെല്ല് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐസിങ്ങിൻ്റെ ഐസിങ് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിക്കും കവറായി കിട്ടും. പിന്നെ ഇത് ടേൺ ടേബിളിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു പാലറ്റ് നൈഫ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പാലറ്റ് നൈഫ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴും പയ്യെ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ബലത്തിൽ അമർത്തിയൊന്നും ചെയ്യരുത്. കാര്യം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ക്രീം പുറത്തേക്ക് വരും. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗ്ലേസിന് മുകളിലൂടെ പയ്യെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡ്സിലും ഒക്കെ ചിലപ്പോൾ ഈ ഗ്ലേസ് ജെല്ല് എത്തിയില്ലെങ്കിലും ആ ഭാഗത്ത് കുറച്ചുകൂടെ ഗ്ലേസ് ജെല്ല് വെച്ചിട്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗ്ലേസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡ്സ് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ സൈഡ്സിൽ നമുക്ക് ശരിയായില്ലെങ്കിലും ടെൻഷനൊന്നും ആവണ്ട. ഇതേപോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറോടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ നേരത്തെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൽ ഒഴിച്ചതിൻ്റെ ബാക്കി ഗ്ലേസ് ജെല്ല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് ആ ഒരു ചോക്ലേറ്റ് കളറ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സൈഡ്സിൽ നിന്നൊക്കെ വരുന്ന ഗ്ലേസ് ജെല്ലാണെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ ഗ്ലേസ് ജെല്ല് വേസ്റ്റായി പോവുകയില്ല. നമ്മുടെ ക്രീമിന് നല്ലൊരു കളറും കിട്ടും, ചോക്ലേറ്റ് കളറും കിട്ടും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ പുറത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കേക്കിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ ഗ്ലേസ് ഒഴിച്ചപ്പോൾ സൈഡ്സ് അത്ര പെർഫെക്റ്റ് ആയില്ല. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വിപ്പിംഗ് ക്രീം കൊണ്ട് സ്റ്റാർ നോസിലും കൊണ്ട് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഇതേപോലെ ഗ്ലേസ് ഒഴിച്ചിട്ട് ഈ സൈഡ്സിൽ ആ ഒരു പെർഫെക്റ്റ് ആയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ സൈഡ്സ് ഫുള്ള് കവറാവുന്ന വിധത്തിൽ നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലൊരു ഭംഗിയുമായിരിക്കുള്ളൂ കാണാനായിട്ട്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡ്സ് ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്ട്രാൻഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ആണെങ്കിലും കേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നാലും കുറച്ചുകൂടി ഒന്ന് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് സ്ട്രാൻഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സ്ട്രാൻഡ്സ് ഇട്ടപ്പോൾ ചോക്ലേറ്റിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കളറ് ഇട്ടത് കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് സിൽവർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.